ഓക്കെ, വെൽക്കം. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ 6 ആണ്. ഇത് നെറ്റ്വർക്കിംഗ് കമാൻഡ്സ് ആണ് നമ്മളോട് പഠിക്കാൻ പറയുന്നത്. സോ ഞാൻ ടെർമിനൽ എടുക്കുന്നു, കൺട്രോൾ ആൾട്ട് ടി അടിക്കുന്നു, എൻ്റെ ടെർമിനൽ എഴുതുന്നു. ഓക്കെ, labadmin@IT-lab എന്നതാണ് labadmin എന്ന ഞാൻ ഇപ്പോൾ യൂസർ. ഇത് മെഷീൻ ഹോസ്റ്റ് നെയിമുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ifconfig എന്ന കമാൻഡാണ്. ifconfig എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ipconfig ആണ് വിൻഡോസിൽ വരുന്നത്. സോ നമ്മളിവിടെ ലിനക്സ് മെഷീൻ ആയതുകൊണ്ട് ifconfig യൂസ് ചെയ്യുന്നു. ഇൻ്റർഫേസ് കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഈ ഒരു കമാൻഡ് കൊണ്ട് കിട്ടുക. ഇത് എതർനെറ്റ് RJ45ൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന എൻ്റെ എതർനെറ്റ് ലാനാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. ഇത് ലൂപ്പ് ബാക്ക് ആണ്. ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ കോൾ ചെയ്യാൻ വേണ്ടി ഒരു അഡ്രസ്സ് നൽകുന്ന ഒരു ഇൻ്റർഫേസാണ് ലൂപ്പ് ബാക്ക്. ഇത് 127.0.0.1 ആണ് നമ്മുടെ ഇതിൻ്റെ ഒരു നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് കോൾ ചെയ്യാം. ഒന്നെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് എന്ന കോൾ ചെയ്യാം, അല്ലെങ്കിൽ 127.0.0 നമ്മൾ ഡെവലപ്മെൻറ്റ് സെർവറുകളൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്പർ നമുക്കറിയാവുന്നതായിരിക്കും. അത് ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് WLP എന്ന് കാണുന്നതാണ്. അത് വയർലെസ് LAN ആണ് ഈ WLP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വൈഫൈ ഉണ്ടാവും. ഇതൊരു ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു വൈഫൈ ഉണ്ട്. അതേപോലെ തന്നെ RJ45 ജാക്ക് കണക്ട് ചെയ്യുന്ന LAN കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ട് ഇൻ്റർഫേസുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ രണ്ട് MAC അഡ്രസ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ MAC അഡ്രസ്സ്, അതായത് എതർനെറ്റിൻ്റെ MAC അഡ്രസ്സാണ് C85A CF7B5 എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വൈഫൈയുടെ MAC അഡ്രസ്സാണ്. MAC അഡ്രസ്സ് നമുക്കറിയാം, അതൊരു 48 ബിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ IP അഡ്രസ്സ് പറയുന്നത്. 10.6.1.100 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ IP അഡ്രസ്സ്. നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത് 255 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു കമാൻഡിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത്. ഇൻ്റർഫേസിൽ ഇവിടെ നമുക്ക് IPv6 അഡ്രസ്സും നമുക്ക് കിട്ടുന്നതാണ്. ഇത് IPv4 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ifconfig എന്ന കാര്യം മനസ്സിലായി എന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ping എന്ന കമാൻഡാണ്. ഈ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡിവൈസ്, നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെട്ട ഒരു ഡിവൈസ്, അതിൽ നമ്മുടെ സിസ്റ്റം റീച്ച് ചെയ്യുന്നുണ്ടോ, അതിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കമാൻഡാണിത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു സെർവറാണ്. 10.2.100.117 എന്നാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂറ്റി കുറച്ച്, അല്ലെങ്കിൽ 4 എണ്ണം എത്ര പാക്കറ്റാണ് ടെസ്റ്റ് ചെയ്യാൻ അയക്കേണ്ടതെന്ന് നമുക്ക് -C3 എന്ന് പറഞ്ഞാൽ ഓക്കെ 3 പ്രാവശ്യം എന്ത് ചെയ്യും, പാക്കറ്റ് സെൻഡ് ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യും, അത് നിർത്തും. ഈ ICMP പാക്കറ്റുകളാണ് വിടുന്നത്. അത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ എന്ന പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടുള്ള പാക്കറ്റുകളാണിത് സെൻഡ്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഉണ്ടോ എന്ന് പിങ് ചെയ്യാൻ നമുക്ക് ഗൂഗിളിലേക്ക് പിങ് ചെയ്ത് നോക്കാം. ഏത് ഡൊമൈൻ നെയിം IP അഡ്രസ് തന്നെ ആണോ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിലേക്കും പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് അവിടുന്ന് റെസ്പോൺസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്കതേപോലെ തന്നെ നമുക്ക് DNS വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടി ഗൂഗിളിൻ്റെ DNS 8.8.8 ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റത്തിലേക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താനാണ് ഈ ഒരു ഇഗ്നൈറ്റിലൊക്കെ, അതായത് ഗൂഗിളിൻ്റെയൊക്കെ പബ്ലിക് DNS അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, 111 ക്ലൗഡ്ഫ്ലെയറിൻ്റെ 111 നമുക്ക് അവൈലബിൾ ആണോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രേസ് റൂട്ട് google.com തന്നെ ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ google.com ഞാൻ എങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ റൂട്ടുകൾ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ റൂട്ട് കാണിച്ചു തരാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ പാത്ത് കാണിക്കാനാണ് ട്രേസ് റൂട്ട് എന്ന ഈ ഒരു
കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ns lookup എന്ന കമാൻഡാണ്. ഓക്കെ, ns lookup എന്ന കമാൻഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ തുറക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ ഒരു നെയിം സെർവർ ലുക്കപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ തുറക്കും 142 250 195 174 എന്നൊരു IP അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ IP അഡ്രസ്സാണ് ഈ ഒരു google.com എന്ന ഈ ഒരു ഡൊമൈനിന് കറസ്പോണ്ടൻസ് ഉള്ളത് എന്നാണ് ഈ ns lookup എന്ന കമാൻഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അത് ഞാൻ ആ IP അഡ്രസ്സ് ബ്രൗസറിൽ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഗൂഗിളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. google.com എന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ IP അഡ്രസ്സാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തത്. ഓക്കെ, 142 250 195. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ട് രീതിയിൽ ഇതിനെടുക്കാം. ഒന്നെങ്കിൽ ns lookup എന്നടിച്ച് നമുക്ക് ഈ ഒരു ടെർമിനൽ എടുക്കാം. ഇനി അവിടെ നമുക്ക് google.com ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് facebook.com, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോരോ ഡൊമൈൻ്റെയും കറസ്പോണ്ടിങ് IP അഡ്രസ്സ് നമുക്ക് റിട്രീവ് ചെയ്യാനാണ് ns lookup എന്ന ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യണം. gmail.com എന്നതിൻ്റെ ജിമെയിലിൻ്റെ നെയിംസ് അഡ്രസ്സ് IP അഡ്രസ്സ് ഇതാണ്. ഇനി ഞാനത് ചെറിയൊരു മാറ്റം വരുത്തി നോക്കാം. -type =mx, അതായത് ഇനി gmail.comൻ്റെ മെയിൽ സെർവർ ഏതാണെന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൽ സെർവർ നോക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ മെയിൽ സെർവറിനെ നമുക്ക് റിലീസ് ചെയ്ത് കാണാം. ഇതേപോലെ നമ്മൾ ആക്ച്വലി ടൈപ്പ് mx എന്ന ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ ഈ ഒരു ഇതിന് നമുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, റെക്കോർഡായിരിക്കും നമ്മൾ ആദ്യം കാണുന്നത്. ആക്ച്വലി ഒരു ഡൊമൈനിന് ഒരുപാട് റെക്കോർഡുകളുണ്ട്. റെക്കോർഡ്, മെയിൽ റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡുകളുണ്ട്. അതിൽ ഒരു റെക്കോർഡാണ് ഞാനിവിടെ സാമ്പിൾ തന്നത്, mx റെക്കോർഡ്. നമ്മളതിൻ്റെ തിയറിയിൽ കൂടുതൽ റെക്കോർഡുകളും പഠിക്കുന്നുണ്ടാവും. അവിടുന്ന് ആ റെക്കോർഡുകളെടുത്ത് നമുക്ക് ഇതേപോലെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡൊമൈനിന് ഒരുപാട് റെക്കോർഡുകളുണ്ട്. അതിൽ റെക്കോർഡായിരിക്കും മിക്കവാറും ആ സെർവർ ഉണ്ടാവുക. മെയിൽ റെക്കോർഡായിട്ടുള്ള mx സെർവറുകൾ വേറെ ആയിരിക്കും. അതായത് ഇതിനുള്ള കാരണം നമ്മൾ വെബ് സെർവർ ഹോസ്റ്റ് ചെയ്ത അതേ സെർവർ തന്നെ ആയിരിക്കില്ല മെയിൽ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ജിമെയിലിൻ്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിലാണെങ്കിൽ അതിൻ്റെ മെയിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവറിൻ്റെ നെയിമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അത് 1 2 3 4 സെർവറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ലാബ് അഡ്മിൻ എന്നുള്ളതാണ്. ലാബ് അഡ്മിൻ എന്ന യൂസറാണുള്ളത്. ഇതിൽ IT ലാബ് എന്ന ഈ ഒരു മെഷീനകത്താണുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈഫ് കോൺഫിഗ് അടിച്ച് നോക്കുന്നു. ഈഫ് കോൺഫിഗ് അടിക്കുമ്പോൾ എനിക്കിവിടെ 10.6.1.100 എന്നുള്ളതാണ് എൻ്റെ IP അഡ്രസ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ ഉപയോഗിക്കുന്ന കമാൻഡ് SSH ആണ്. SSH എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനാണ്, ആക്സസ് കിട്ടാനാണ്. SSH നെറ്റ് അഡ്മിൻ എന്ന എൻ്റെ യൂസർ 10.2.100.117 എന്ന മെഷീൻ IP അഡ്രസ്സിൽ ഞാൻ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണാം നെറ്റ് അഡ്മിൻ IT വർക്ക്ഷോപ്പ് എന്ന മെഷീനിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്നു. SW കളക്ഷൻ എന്നതാണ്, സോഫ്റ്റ്വെയർ കളക്ഷൻ എന്നതിനെ ഷോർട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എൻ്റെ ലോക്കൽ മെഷീനിൽ, അതായത് IT ലാബ് എന്ന എൻ്റെ ലോക്കൽ മെഷീനിൽ ഞാൻ ഡാറ്റ എന്നൊരു ഡയറക്ടറി ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈഫ് കോൺഫിഗ് എടുത്ത് നോക്കുന്നു. 2 സിസ്റ്റത്തിലെയും ഈഫ് കോൺഫിഗ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നിൽ
2,117 16,100 അപ്പോൾ അതായത് രണ്ട് മെഷീനാണ് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ IP അഡ്രസ് കാണിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫയർഫോക്സ് exe എന്നൊരു ഫയലുണ്ട്, photoshop.exe എന്നൊരു ഫയലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് SCP, സെക്യൂർഡ് കോപ്പി എന്നതാണ്. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഫയൽ സെക്യൂറായി കോപ്പി ചെയ്യാനാണ് SCP എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SCP firefox.exe എന്ന ആ ഫയലിനെയാണ് എനിക്ക് സെക്യൂർ കോപ്പി ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തതായിട്ട് ഏതാണോ എൻ്റെ റിമോട്ട് മെഷീൻ അതിൻ്റെ യൂസറും IP അഡ്രസ്സും കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഫോണിട്ട് അതിൻ്റെ ഡയറക്ടറി പറഞ്ഞു കൊടുക്കുന്നു. ഹോമിൽ പോയി ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നു, അതെവിടെയാണ് ആ ഫയൽ. ഓക്കെ, SW കളക്ഷൻ എന്നാണ് അവിടെ CD SW കളക്ഷൻ, അതായത് റിമോട്ട് മെഷീനിൽ ഞാൻ SSH വെച്ചിട്ട് കയറിയാണ്. അപ്പോൾ 2 കമാൻഡാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് SSHും ഒന്ന് SCPയും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആ ഒരു പാത്ത് ഇവിടെ കിട്ടി, ഞാനത് കോപ്പി ചെയ്തു, SW കളക്ഷൻ. ഇപ്പോൾ ഞാൻ ഇവിടെ എന്നോട് SCP ചോദിക്കുന്നത് അവിടുത്തെ പാസ്വേഡാണ്, ഞാൻ പാസ്വേഡ് കൊടുത്തു. അപ്പോൾ firefox.exe എന്ന ഫയൽ എൻ്റെ ലോക്കൽ മെഷീനിൽ നിന്നും, അതായത് ഡാറ്റ എന്ന ഡയറക്ടറിയിലുള്ള എൻ്റെ ആ മെഷീനിൽ നിന്നും എവിടെ പോയി, ഈ ഒരു SW കളക്ഷൻ എന്നതിലേക്ക് എന്ത് ചെയ്തു, firefox.exe എന്ന ഫയലിൽ ഞാൻ എന്ത് ചെയ്തു, IT വർക്ക്ഷോപ്പ് എന്ന മെഷീനിലെ SW കളക്ഷൻ എന്ന ഡയറക്ടറിയിലേക്ക് ഞാൻ അതിനെ എന്ത് ചെയ്തു, ഫയൽ ട്രാൻസ്ഫർ ചെയ്തു. ഇനി photoshop.exeയും കൂടി ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, പാസ്വേഡ് കൊടുത്തോടുകൂടി അതും എവിടെ പോയി, IT വർക്ക്ഷോപ്പ് എന്ന മെഷീനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഈ ഒരു 2 മെഷീനും ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, LS ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ഉബുണ്ടു ISO ഉണ്ട്. എനിക്കതിനെ തിരിച്ച് ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഞാൻ ഉബുണ്ടു ISO എന്നൊരു ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉബുണ്ടു ISOയെ എനിക്ക് എന്ത് ചെയ്യണം, തിരിച്ച് എൻ്റെ ലോക്കൽ മെഷീനിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, ഞാൻ അവിടുന്ന് അതിൻ്റെ പാത്ത് ആദ്യം കോപ്പി ചെയ്യുന്നു. ആദ്യം SCP അടിക്കുന്നു, അതിനുശേഷം നെറ്റ് അഡ്മിൻ അതായത് യൂസർ നെയിം അടിക്കുന്നു. ദെൻ @ ഏതാണ് IP അഡ്രസ് ഓർ ഡൊമൈൻ, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. IP അഡ്രസ് ആണെങ്കിൽ IP അഡ്രസ്, ഡൊമൈൻ ആണെങ്കിൽ ഡൊമൈൻ. ഞാനിപ്പോൾ ഇവിടെ IP അഡ്രസ് വെച്ചിട്ടാണ് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ആ ഒരു ഫുൾ ഫയലിനെ പറഞ്ഞതിന് ശേഷം SCP നെറ്റ്വർക്ക് അഡ്മിൻ അതിൻ്റെ പാത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു ഡാറ്റ ഏതാണോ നമുക്ക് ഫോണ്ട് ആ ഡാറ്റയാണ് എനിക്ക് ഡാറ്റയിലേക്കാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, ഇപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫയർഫോക്സ് ഫോട്ടോഷോപ്പ് എന്നതോടുകൂടി തന്നെ ഡാറ്റയിൽ എൻ്റെ ഉബുണ്ടു ISOയും കൂടി ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി അത് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഞാൻ തിരിച്ച് എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വന്ന് ഒരു പുതിയ OS എന്ന ഒരു ഡയറക്ടറി MKDIR യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഉപയോഗിച്ച അതേ കമാൻഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, OS എന്ന ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് OS എന്ന ഡയറക്ടറിയിലേക്ക് മാറ്റണമെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ OS എന്ന ഡയറക്ടറിയിൽ എന്തുണ്ട്, ഉബുണ്ടു .ISO എന്ന ആ ഒരു ഫയൽ കിടക്കുന്നുണ്ട്. അതെ, ഈ ഒരു നോട്ടിൽ ഞാൻ പോർട്ട് പറയുന്നുണ്ട്. പോർട്ട് നിർബന്ധമില്ല, പോർട്ട് വ്യത്യാസമാണെങ്കിൽ മാത്രം ഇവിടെ ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ SCP അടിക്കുന്നു. ഇതാണ് നിങ്ങൾ, അതായത് ലോക്കൽ ഫയലിൽ നിന്ന് ലോക്കൽ ടു റിമോട്ടിലേക്കാണെങ്കിൽ നമ്മൾ ആദ്യം ലോക്കൽ ഫയലിൽ ആ ഫയലിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, റിമോട്ട് യൂസർ ആൻഡ് റിമോട്ട് സെർവറിൻ്റെ IP അഡ്രസ് ഓർ ഡൊമൈൻ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ പാത്തും പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ SCP. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ SCP ആദ്യം പറയുന്നു, അവിടുത്തെ റിമോട്ട് സെർവറിൻ്റെ യൂസറും അതിൻ്റെ പാത്തും ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, ഫയലിൻ്റെ പാത്തും ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. ശേഷം എന്ത് പറയുന്നു, നമ്മുടെ റിമോട്ട് ഏത് പാർട്ടിൽ, അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഏത് പാർട്ടിലേക്കാണ് വേണ്ടതെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെറ്റ് സ്റ്റേറ്റ് ആണ്. നെറ്റ് സ്റ്റേറ്റ് -uln
എന്ന ഈ ഒരു കമാൻഡ് അടിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആക്ടിവായിട്ട് കണക്റ്റായി കിടക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻസാണ് നമ്മളിപ്പം കാണുന്നത് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നെറ്റ് സ്റ്റേറ്റ് -rn എന്ന കമാൻഡാണ്. ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ റൗട്ടിംഗ് ടേബിൾ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നെറ്റ് സ്റ്റേറ്റിൻ്റെ വിഷയത്തിൽ ഈ 2 എണ്ണം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടെൽനെറ്റാണ്. ഓക്കെ, ടെൽനെറ്റ് നമ്മൾ നേരത്തെ നമ്മുടെ IP അഡ്രസ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ IT അതിൻ്റെ നമുക്ക് അതിലുള്ള OS നമുക്ക് മനസ്സിലായി. ഉബുണ്ടു 22 ആണ്. അപ്പോൾ IT വർക്ക്ഷോപ്പ് എന്നാണ് ആ മെഷീൻ്റെ പേര്. പിന്നെ നമ്മളോട് ഇനി യൂസർ നെയിം അടിക്കാനാണ് പറയുന്നത്. ഞാൻ ടെസ്റ്റ് യൂസർ എന്ന യൂസർ അടിക്കുന്നു, അതിൻ്റെ പാസ്വേഡും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ടെസ്റ്റ് യൂസറിലെത്തി. അപ്പോൾ ഈ ഒരു അതായത് ടെസ്റ്റ് യൂസർ എന്ന IT വർക്ക്ഷോപ്പിൻ്റെ നേരത്തെ നമ്മൾ SSH വെച്ച് കണക്ട് ചെയ്ത അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മളെത്തി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെയും SSHൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ SSH സെക്യൂർഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ ടെസ്റ്റായിട്ട്, അതായത് ഒരു വയർ ഷാർക്ക് എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ പാക്കറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. വയർ ഷാർക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് സെക്യൂർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി SSH വെച്ച് കണക്ട് ചെയ്യാം. SSH നെറ്റ് അഡ്മിൻ ആയിരുന്നല്ലോ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നെറ്റ് അഡ്മിൻ. ഓക്കെ, നമ്മൾ നെറ്റ് അഡ്മിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിൽ ഇത് ഈ ടെസ്റ്റ് യൂസർ ടെൽനെറ്റ് വഴിയും നെറ്റ് അഡ്മിൻ SSH വഴിയാണ് നമ്മൾ ടെർമിനൽ ആക്സസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ലിനക്സ് കമാൻഡ്സിൻ്റെ ക്ലാസ്സിൽ ഒരു റൈറ്റ് എന്ന ഒരു കമാൻഡ് നമ്മൾ ഒഴിവാക്കിയിരുന്നു. ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു യൂസറിന് മറ്റൊരു യൂസറിനേക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്. സ്യൂഡോ റൈറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ടെസ്റ്റ് യൂസർ എന്ന, അതായത് ഈ യൂസറിൻ്റെ നെയിം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നു, മെസ്സേജ് ഫോർമാറ്റ്, അതായത് മെസ്സേജ് ഫ്രം നെറ്റ്വർക്ക് അഡ്മിനെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ മെസ്സേജ് വരുന്നു. അപ്പം ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഹായ് വരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു റൈറ്റ് എന്ന മെസ്സേജിൻ്റെ ഒരു യൂസ്. അപ്പം ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പുറത്ത് വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഈ ഒരു ടെർമിനൽ ടെൽനെറ്റ് വെച്ചാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇത് SSH വെച്ചാണ്. അപ്പം ഞാൻ SSH, നമുക്ക് ഈ ഒരു SSH വെച്ച് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായും കമാൻഡ് ലൈൻ, അതായത് IT വർക്ക്ഷോപ്പ് എന്ന ഈ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായും എല്ലാ ഫങ്ഷണാലിറ്റിയും നമുക്ക് ഈ SSH വെച്ച് അവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ apt install docs. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഏത് ഇൻസ്റ്റാളേഷൻ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നടത്താൻ കഴിയും. അപ്പോൾ VLC ഇൻസ്റ്റാളേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിസ്റ്റത്തിലേക്ക് ചെയ്യാൻ പറ്റും. അതാണ് SSH വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അബോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് SSHൻ്റെ നമ്മുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ
ടെൽനെറ്റ് ഇപ്പോൾ നമുക്ക് അത്ര യൂസ്ഡ് അല്ല, ഈ ഒരു പർപ്പസിന് അത്ര യൂസ്ഡ് അല്ല. FTP നമ്മൾ എന്താണോ നമുക്ക് നമ്മുടെ FTP സെർവറിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ IP അഡ്രസ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നെറ്റ് അഡ്മിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ FTP അടിച്ച് എൻ്റെ ആ ഒരു സെർവറിൽ കയറി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ സെർവറിലൂടെ കാണാൻ പറ്റും അതിലേതൊക്കെ ഫയൽസ് ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യുന്നു, cd/sw കളക്ഷൻ എന്ന ഡയറക്ടറിയിലാണ് ഇപ്പോൾ ഉള്ളത്. റിമോട്ട് ഡയറക്ടറിയിൽ ഹോം നെറ്റ്വർക്കിംഗ് ഈ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ LS ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫയർഫോക്സും ഫോട്ടോഷോപ്പും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് LCD, അതായത് ഞാനിപ്പോൾ നേരെ റൂട്ട് എൻ്റെ ഹോം ഡയറക്ടറിയിലായിരുന്നു ഉള്ളത്. ഓക്കെ, നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ mkdir/ftp ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് TP ഡൗൺ എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, LCD എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ലോക്കൽ CD ആണ്, അതായത് എൻ്റെ സിസ്റ്റത്തിൽ FTP ഡൗൺ എന്ന് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിപ്പോൾ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഫോൾഡറിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ലാബ് അഡ്മിൻ FTP ഡൗൺ എന്ന ഇതിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു firefox.exe ഈ ഒരു ഡയറക്ടറിയിലേക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഗെറ്റ് എന്ന കമാൻഡ് അടിച്ച് firefox.exe എന്ന കമാൻഡ് അടിക്കുക. exe എന്ന ഫയൽ നെയിം പറയണം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫയൽ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇനി ഗെറ്റിന് പകരം mget എന്നൊരു കമാൻഡ് ഉണ്ട്. mget ഫോട്ടോഷോപ്പ് അപ്പോൾ ഈ രണ്ട് ഫയലുകളും എന്ത് ചെയ്തു, എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. അതായത് mget എന്നത് നമുക്ക് ഒന്നിച്ച് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനി എന്ന ഫോൾഡറിലേക്ക് മാറുന്നു. ഇനി ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ FTP കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഉള്ള എൻ്റെ ഈ FTPയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒരു mkdir അപ്ലോ എന്ന ഒരു ഇതുണ്ട്, പെർമിഷൻ ഡിനൈഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെർവറിൽ, ഈ ഒരു സെർവറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് എനിക്ക് FTP വെച്ചതിൽ പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പുട്ട് എന്താ പറയുക, നമ്മുടെ നേരത്തെ വെച്ചാൽ അപ്ലോഡ് ഫയൽ ഡോട്ട് അതായത് പെർമിഷൻ ഡിനൈഡ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇതിൽ ഇറങ്ങുന്നു, SFTP ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ mkdir UPL എന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, LS ചെയ്യുന്നത്. എനിക്ക് എന്തുണ്ട് അവിടെ, UPL എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ, ഞാൻ CD അടിച്ചെന്ത് ചെയ്യാനാണ് UPLിലേക്ക് മാറുന്നത്. ഞാൻ നേരത്തെ പുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം J.TP
ടെക്സ്റ്റ് ഉണ്ട്, TXT ഉണ്ട്. അപ്പോൾ ഇത് SFTP വെച്ചിട്ടാണ് ഈ സെർവറിൽ കഴിയുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ ഈ ഒരു ലാബിൽ ഇവിടെ എനിക്ക് ഒരു FTP സെർവർ ഉള്ളതുകൊണ്ടാണ് ഈ കമാൻഡ്സൊക്കെ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാബിൽ FTP സെർവർ കോൺഫിഗർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി DLP-test.com എന്ന് പറഞ്ഞതിൽ ഒരു FTP സെർവർ നമുക്ക് ഉണ്ട്. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് അവിടെ പെർമിഷൻ ഇല്ലാത്ത സമയത്ത്, ചില സമയത്ത് അത് ലോക്കാകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. FTP ഓക്കെ, ഞാനിവിടെ ഇവിടെ ഇവർ തന്ന FTP യൂസറിൻ്റെ പേര് DLP യൂസറാണ്. ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഇവിടെ തന്നിട്ടുള്ള പാസ്വേഡ് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. Ctrl+Shift+V അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. Ctrl+Shift+V അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്കിപ്പോൾ അവിടെ ഈ അവരുടെ DLP-test.com എന്ന അവരുടെ സെർവർ ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് LS ചെയ്യുന്നു. അപ്പോൾ അവരുടെ സെർവറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ സെർവറിൽ. ഇത് 10 മിനിറ്റ് എങ്ങാണ്ട് ഇവർ പറയുന്നുണ്ട് 10 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ചില സമയത്ത് ഈ ഒരു എന്താ പറയുക, ഇത് കാണിക്കുന്നുണ്ട്, അതായത് എററും കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിവിടെ ഒരു MKID ചെയ്യുക. ഇവിടെ ബിറ്റ് റേറ്റ് ഉള്ളതായിട്ട് കാണാം. ഓക്കെ, അതെനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പിന്നെ ഒന്ന് LS ചെയ്യുന്നു. അപ്പോൾ അപ്ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതൊരു പബ്ലിക് ആൻഡ് FTP ആയതുകൊണ്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഡാറ്റയും ഒരു യൂട്ടിലിറ്റി കൂടി പറയാം. ഇത് നെറ്റ് അഡ്മിൻ എന്ന ഒരു നമ്മുടെ റിമോട്ട് ഹോസ്റ്റാണ്. ഈ കാണുന്നത് എൻ്റെ ലോക്കൽ ഹോസ്റ്റാണ്. ലാബ് അഡ്മിൻ എന്ന എൻ്റെ ലോക്കൽ ഹോസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, FTP വെച്ച് നെറ്റ് അഡ്മിനിലേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ ഞാനവിടെ എന്ത് ചെയ്യുന്നു, ലോഗിൻ സക്സസ്ഫുള്ളായി എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഒന്ന് രണ്ട് എന്താ പറയുക, ഈ ഒന്ന് രണ്ട് പിന്നെ ഫോൾഡറുകൾ ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യണം. നമുക്കിനെ സിപ്പ് ആക്കാം. അപ്പോൾ അതിന് സിപ്പ് എന്ന കമാൻഡ് കൊടുക്കുന്നു. ഡൗൺ സിപ്പ് എന്ന് അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ഇതിൻ്റെ എന്താണോ നമുക്ക് സിപ്പായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ SW കളക്ഷൻ, പിന്നെ UPL J.txt ഇതെല്ലാം എന്തൊക്കെയാണോ എനിക്കൊരു സിപ്പാക്കി മാറ്റേണ്ടത് ആ ഫയൽ നെയിമും ഡയറക്ടറി നെയിമും ഒക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് down zip.zip എന്ന് പറഞ്ഞിട്ടൊരു സിപ്പ് ഫയൽ കിട്ടും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഗെറ്റ് down zip.zip എന്ന ആ ഒരു ഫയൽ നെയിം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്തു, എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു വന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, FTPയിൽ നിന്ന് ലോഗൗട്ട് ചെയ്തപ്പോൾ LS അടിച്ചു. അപ്പോൾ എനിക്കിവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺ സിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വന്നതായി കാണാം. FTP ഡൗൺലോഡ് ചെയ്ത FTP ഡൗൺ എന്ന ഈ ഒരു ഡയറക്ടറിയാണ് എൻ്റെ ലോക്കൽ ഡയറക്ടറി. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺ സിപ്പ് എന്നൊരു ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അതിനെ അൺസിപ്പ് ചെയ്യുന്നു. അൺസിപ്പ് ഡൗൺ
zip.z. ഓക്കെ, ഇനി ഞാൻ ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കളക്ഷനും UPLഉം j.txt ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സിപ്പായിട്ട് ഫയൽ FTP ട്രാൻസ്ഫർ യൂസ് ചെയ്യാൻ നമുക്ക് നല്ല സൗകര്യപ്രദമായൊരു കമാൻഡാണ് സിപ്പ് ആൻഡ് അൺസിപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലാബിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ കുറേ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടി എന്നറിയാം, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഇത്രയും സമയം ആവശ്യമായതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയത്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ലാബ് സെക്ഷനിൽ കാണാം. താങ്ക് യു.